പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് കാണാതായ സ്വർണം കണ്ടെത്തി. ഇന്ന് വൈകുന്നേരത്തോടെയാണ് പോലീസ് നടത്തിയ പരിശോധനയിൽ കാണാതായ 13 പവനോളം വരുന്ന സ്വർണം കണ്ടെത്തിയത്. ഇന്നലെയാണ് ക്ഷേത്രവാതിലിൽ സ്വർണം പൂശാൻ ഉപയോഗിച്ചിരുന്ന സ്വർണം നഷ്ടപ്പെട്ടതായി തിരിച്ചറിഞ്ഞത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് 13 പവനോളം സ്വർണമാണ് കഴിഞ്ഞ ദിവസം കാണാതായത്. ക്ഷേത്രവാതിൽ പൂശാൻ ഉപയോഗിച്ച സ്വർണം കഴിഞ്ഞ 7-ാം തീയതി നിർമ്മാണം നിർത്തി തിരികെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്നു. 10-ന് വീണ്ടും പണി ആരംഭിച്ചപ്പോൾ സ്വർണം പുറത്തെടുത്തു. അപ്പോഴാണ് സ്വർണ്ണക്കമ്പി നഷ്ടമായ വിവരം പുറത്തറിയുന്നത്. തുടർന്ന് സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ഫോർട്ട് സിഐയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. ഇന്ന് രാവിലെ മുതൽ ക്ഷേത്ര പരിസരത്ത് പോലീസിന്റെ വൻ സംഘം സ്വർണം കണ്ടെത്തുന്നതിനു വേണ്ടി പ്രത്യേക പരിശോധന നടത്തി. ആ പരിശോധനയിലാണ് നഷ്ടപ്പെട്ട സ്വർണം ക്ഷേത്ര കോമ്പൗണ്ടിലെ മണ്ണിനടിയിൽ നിന്ന് കണ്ടെത്തിയത്. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മാനുവൽ സെർച്ച് സമയത്ത് നമുക്ക് ആ സാധനങ്ങൾ കിട്ടി. ശരിക്കും മോഷണമില്ല. ഇറ്റ് വാസ് മിസ്പ്ലേസ്ഡ് വൈൽ പുട്ടിംഗ് ഇൻസൈഡ് ദ സ്ട്രോങ് റൂം. സോ അങ്ങനത്തെ ആ കമ്പി നമുക്ക് എല്ലാം തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അപ്രൈസറും മുതലപ്പൊടിയുടെ സാന്നിധ്യത്തിൽ ആ സമയത്ത് മിസ്സായ കമ്പി തന്നെ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഇൻഫർമേഷൻ ഇപ്പോൾ ഇവിടെ ഉണ്ട്. 7-ാം തീയതി ലോക്കറിൽ വെക്കുന്നതിന് മുമ്പാണോ 10-ന് സ്വർണം നിർമ്മാണത്തിനെടുത്തതിന് ശേഷമാണോ നഷ്ടമായതെന്ന് പോലീസിന് സ്ഥിരീകരിക്കാനായിട്ടില്ല. കഴിഞ്ഞ ദിവസം പോലീസും ക്ഷേത്ര ജീവനക്കാരും പരിശോധന നടത്തിയ പ്രദേശത്ത് നിന്നാണ് ഇന്ന് സ്വർണ്ണക്കമ്പി കണ്ടെത്തിയത്. അതിനാൽ ആരെങ്കിലും ഉപേക്ഷിച്ചതാണോ എന്നത് തള്ളിക്കളയാനാകില്ലെന്നും DCP പറഞ്ഞു. ഇതിൻ്റെ അകത്ത് ഒരാൾ മാത്രമല്ല, ഇത് കൊണ്ടുപോകുന്ന സമയത്ത് ഏകദേശം ഒരു 7 to 10 പീപ്പിൾ ആണ് കൊണ്ടുപോകുന്നത്. തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് തന്നെ സിമിലർ നമ്പർ ഓഫ് പീപ്പിൾ ആർ ടേക്കിംഗ് ഇറ്റ് ബാക്ക്. സോ അത് എങ്ങനെ മിസ്സായി അത് നമ്മുടെ CCTVയിൽ ഇത് നോക്കുന്നുണ്ട്. സ്റ്റിൽ ഇത് എക്സാക്ട്ലി ഹൗ ഇറ്റ് ഈസ് മിസ്സിംഗ് ആൻഡ് ഓൾ ദാറ്റ് ഈസ് സ്റ്റിൽ അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ. കേന്ദ്രസേനയുടെയും പോലീസിന്റെയും ക്ഷേത്ര ജീവനക്കാരുടെയും എന്തിന് CCTVയുടെ ഉൾപ്പെടെ നിരീക്ഷണമുണ്ടെങ്കിലും സ്വർണം കാണാതായത് എങ്ങനെയെന്നതിൽ അന്തിമ നിഗമനത്തിലെത്തുവാൻ പോലീസിനായിട്ടില്ല. റിപ്പോർട്ടർ, തിരുവനന്തപുരം.